നമസ്കാരം. പതിരും കതിരും. പോറ്റിയെ അകത്ത് കയറ്റിയതിൻ്റെ വീമ്പ് പറഞ്ഞവർ തന്നെ ഇറക്കിയതിൻ്റെ ക്രെഡിറ്റും ഏറ്റെടുത്തുകൊള്ളുക. ഇന്നലെ ആഹ്ലാദചിത്തനായി സുസ്മേരവദനായി പോറ്റി പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരവോടെ AKG സെൻറ്ററിൽ വിളിച്ചുകൊണ്ടുപോയി ഒരു ഊണും സ്വീകരണവും നൽകേണ്ടതായിരുന്നു. ഇനിയും സമയമുണ്ട്. സ്വർണം കട്ടതാരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഭരണപക്ഷം സഭയിൽ നിന്നും പുറത്തു വരുന്ന അസാധാരണ സംഭവം കണ്ട് ശബരിമലയിൽ തനിച്ചിരിക്കുന്ന അയ്യപ്പൻ സഖാക്കളോട് ചോദിച്ചു, നേരാണോ കുഞ്ഞെ? അപ്പോൾ LDFിൻ്റെ കൺവീനർ രാമകൃഷ്ണൻ പറഞ്ഞു, അതെ, അവരയ്യപ്പനെ കട്ടുമുടിപ്പിക്കുകയായിരുന്നു. അപ്പോഴകത്ത് കിടക്കുന്നവന്മാരോ രാമകൃഷ്ണ, അവർ ചെയ്ത കുറ്റം എന്താണെന്ന് പാർട്ടിക്ക് വ്യക്തമായിട്ടില്ല അയ്യപ്പ. നിയമസഭയിൽ അയ്യപ്പനെ വിളിച്ചുള്ള കരച്ചിൽ ഒന്ന് നിർത്തിത്തരാമോ രണ്ടു കൂട്ടരും? യഥാർത്ഥ വിശ്വാസികളെ നിങ്ങൾ നാണം കെടുത്തുകയാണ് അവിടെ. പ്രതിപക്ഷത്തിൻ്റേത് സമരാഭാസവും കോപ്രായവുമാണെന്നാണ് ഭരണസെറ്റ് പറയുന്നത്. അവർ കവല ചട്ടമ്പിമാരാണത്രേ. അവരുടെ ചട്ടമ്പിത്തരങ്ങൾ കണ്ട് ഭരണക്കാർക്ക് സഭയിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. അതുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോന്നു. 2-3 മാസം കഴിയുമ്പോൾ ആളെണ്ണമെല്ലാം ശുഷ്കിച്ച് പ്രതിപക്ഷത്തിരിക്കേണ്ട മുതലുകളാണ്. ഇപ്പോഴേ പ്രതിപക്ഷ ധർമ്മത്തിൻ്റെ ട്രയൽ അങ്ങ് പരിശീലിക്കുകയാണ്. കവലച്ചട്ടമ്പികളായ പ്രതിപക്ഷം സഭാനാഥൻ്റെ ഡയസിൽ കയറാൻ ശ്രമിച്ചു. സത്യത്തിൽ ഈ നാണംകെട്ട പരിപാടിക്ക് പോകേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല കോൺഗ്രസേ. ഏതെങ്കിലും വയ്യാവേലിയിൽ ഒരു കാലെടുത്ത് വെച്ചാൽ ആ പൊക്കിയ കാലെടുത്ത് താഴ്ത്തി വയ്ക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ടവരാണ് കോൺഗ്രസ്സുകാർ. ശിവൻകുട്ടിയെപ്പോലെ മുണ്ട് അരയ്ക്ക് മുകളിലേക്ക് തെറുത്ത് കയറ്റി ഡെസ്കിൻ്റെ മണ്ടയിൽ കയറാൻ നിങ്ങൾക്കൊന്നും കഴിയില്ല. സകല തോളിലും നിരങ്ങി അടുത്ത മേശയിൽ ചാടാൻ നിങ്ങൾക്കാകില്ല. കമ്പ്യൂട്ടർ സെറ്റുകൾ പറിച്ചെറിയാനും നിങ്ങൾക്കാകില്ല. അതൊക്കെ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്തെ ശീലിക്കേണ്ടതാണ്. സ്പീക്കറെ ഓടിച്ചു വിട്ട ശേഷം ആ കസേര തള്ളിയിടാൻ നിങ്ങൾക്ക് പറ്റുമോ? അയ്യോ, നിനക്കിതാരു പറഞ്ഞു തന്നീ വയ്യാത്ത വേലയ്ക്ക് വലിഞ്ഞു കയറാനെന്ന് പരമശിവൻ ഗണപതിയോട് ചോദിച്ച പോലെ കോൺഗ്രസ്സുകാരോടും ചോദിക്കേണ്ടി വരും. എന്തിനാണ് വയ്യാവേലിക്ക് നിങ്ങൾ പോകുന്നത്? അവനവൻ കടമ്പ ചാടിക്കടക്കാൻ കമ്മ്യൂണിസ്റ്റുകാരോളം വിരുത് വേറെ ആർക്കുമില്ല. വെറുതെ വെള്ളം മിണുങ്ങിയിരിക്കുന്ന കോൺഗ്രസ്സിന് ഇതിനൊന്നും കഴിയുകയുമില്ല. അല്ലയോ രാമകൃഷ്ണ കൺവീനർ സാറേ, പണ്ട് സഭ ഇളക്കി മറിച്ചവരൊന്നും കവലച്ചട്ടമ്പിമാർ ആയിരുന്നില്ല അല്ലേ? അവർ സർവ്വശ്രേഷ്ഠന്മാരാണല്ലോ. കോൺഗ്രസ്സുകാർ പരിശ്രമിച്ചാൽ ഹൈജമ്പ് ചാടി സ്വർണം നേടാൻ കഴിയുമെന്നാണ് MP രാജേഷ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി ഒളിമ്പിക്സിൽ പോയി സ്വർണം നേടിയത് AKG സെൻറ്ററിൽ കാണുമല്ലോ രാജേഷേ. കോൺഗ്രസ് സ്വർണം കട്ടതിന് പാവം വാസുവും മുരാരിയും പത്മകുമാറുമൊക്കെ എന്തിനാണ് ജയിലിൽ പോയി കിടക്കുന്നത് എന്നാണ് ജനം ഇപ്പോഴും ചിന്തിക്കുന്നത്. ആശാട്ടി പറ്റല്ല ആശാനുണ്ടാകുന്നത് എന്ന് അറിയാത്തവരല്ല കേരളത്തിലെ കൊച്ചു പിള്ളേര് പോലും. ആത്മനിഷ്ഠ ഘടകത്തെ വേർതിരിക്കുന്ന രാജീവ് സ്വന്തം വിവരദോഷത്തെ കൂടി ആ തലയിൽ നിന്നും വേർതിരിച്ച് ഇറക്കി വിടണം. കമ്മ്യൂണിസ്റ്റുകാരന് വെളിവ് പോയാൽ എത്രമാത്രം വിവരദോഷം പറയുമെന്നതിൻ്റെ തെളിവാണ് ഓരോ മന്ത്രി സഖാവും. കേരളത്തിലുണ്ടാക്കിയ MRI സ്കാനിംഗ് മെഷീൻ തലച്ചോറ് ഫിറ്റ് ചെയ്യാൻ അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ രാജീവും കൂടെ പോകണം. രാജീവിന് പറ്റിയ തലയല്ല ഈ കമ്മിത്തല. അതൊന്നു മാറ്റി ഒരു മുതലാളിത്ത തല ഫിറ്റ് ചെയ്യണം. ലോകത്തുണ്ടാക്കുന്ന എല്ലാത്തിൻ്റെയും ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യുന്ന SFO ടെക്നോളജീസ് P രാജീവിൻ്റെയും രാജേഷിൻ്റെയും തല കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ശിവൻകുട്ടിയുടെയും മറ്റും തല അവിടെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയാൽ സകലമാന സോഫ്റ്റ്വെയറും ഷോർട്ട് സർക്യൂട്ട് കാരണം അടിച്ചു പോകും. തലയിലെ ഞരമ്പ് പിഴഞ്ഞ് സകല സിസ്റ്റവും തകരാറായി കിടക്കുകയാണ് അവരുടെയൊക്കെ. ഈ സ്വർണ്ണക്കൊള്ള എങ്ങനെയെങ്കിലും സോണിയായുടെ തലയിലിടണം. എന്നിട്ട് വേണം സമാധാനപരമായി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങാൻ. ആ പിണറായി ഒരു കത്തയച്ചാൽ സോണിയയെ അകത്താക്കാൻ കാത്തിരിക്കുന്ന അമിത്ഷാ ആ മോഹം സാധിച്ചു തരില്ലേ രാജീവേ? നിങ്ങൾ അരിയാഹാരം കഴിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയെന്ന് കരുതി കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഉപ്പോളം പോലും ബുദ്ധിയില്ലെന്ന് കരുതിയേക്കരുത്. സോണിയയുടെ അരികിൽ ആരാണ് പോറ്റിയെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞാൽ സോണിയയ്ക്ക് പത്തരമാറ്റ് തിളക്കമുണ്ടാകുമെന്നാണ് രാജീവ് പറയുന്നത്. എന്തായാലും സോണിയയ്ക്ക് അത്രയും തിളക്കം വേണ്ട. പോറ്റി ഇറങ്ങിയിട്ടുണ്ട് രാജീവേ. നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് AKG സെൻറ്ററിൽ കൊണ്ടുപോയി വിശദമായി ഒരു മൊഴി എടുക്കണം. അപ്പോഴെല്ലാം ക്ലിയറായി കിട്ടും. കേരള നിയമസഭയിൽ 2-3 മാസമായി സോണിയാഗാന്ധിയുടെ പേരിൽ പോര് നടക്കുകയാണ്. ഇത് വല്ലതും ഹൈക്കമാൻഡോ സോണിയായോ അറിഞ്ഞിട്ടുണ്ടോ എന്തോ? കയ്യിലൊരു താക്കോലും പിടിപ്പിച്ച് പിണറായി വിജയനെ ആരാണ് പോറ്റിയുടെ അരികിൽ കൊണ്ട് നിർത്തിയത് എന്ന് പറഞ്ഞാൽ പിണറായിക്കും പത്തരമാറ്റ് തിളക്കം കിട്ടില്ലേ രാജീവേ? കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അതിൻ്റെ അവസാന യാത്രയ്ക്കായി സകല ഫാണ്ടക്കെട്ടും മുറുക്കുകയാണ്. അതിനു മുമ്പ് സഭയിൽ
പരമവിവരദോഷിപ്പട്ടം ആര് നേടുമെന്ന മത്സരത്തിലാണ് CPM മന്ത്രിമാർ. പി രാജീവും ശിവൻകുട്ടിയും രാജേഷും തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത്. വീണയുടെ നവോത്ഥാന കപ്പൽ ഏതാണ്ട് കരയ്ക്കടുത്തു കഴിഞ്ഞു. ദില്ലിയിൽ വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത അനുരാഗ് ഠാക്കൂറിനെ കെട്ടിപ്പിടിച്ച് ഈ സുഹൃത്തിൻ്റെ അഭിമാനമാണെന്ന് പറഞ്ഞ MP രാജേഷ് പറയുകയാണ്, മോദിക്കൊപ്പം പ്രിയങ്കാ ഗാന്ധി ചായ കുടിച്ചത് നാണക്കേടല്ലേ എന്ന്. എന്തായാലും വല്ലാത്തൊരു ദുഃഖഭാരത്തിലാണ് ഇപ്പോൾ ഭരണപക്ഷം. പിണറായിക്ക് ഇരട്ടച്ചങ്കില്ല എന്ന് സ്വരാജ് സാക്ഷ്യപ്പെടുത്തിയതോടെ ഇനി വലിയ പ്രതീക്ഷയൊന്നുമില്ല. പാർട്ടിയുടെ പ്രകടന പത്രികയെക്കാളും ഉഡായിപ്പ് സിദ്ധാന്തത്തെക്കാളും വാഗ്ദാനത്തെക്കാളും ജനങ്ങൾക്കിഷ്ടം വർഗവഞ്ചകരുടെ പുസ്തകങ്ങളോടും അവർ പറയുന്ന വാക്കുകളോടുമാണ്.